നമസ്കാരം. നമ്മളൊക്കെ ഒരു മരുന്ന് വാങ്ങുമ്പോൾ അത് സേഫാണോ, ശരിക്കും ഫലം തരുമോ എന്നൊക്കെ എങ്ങനെയാ ഉറപ്പിക്കുന്നത്? കാരണം അതിനൊരു ഒഫീഷ്യൽ റൂൾ ബുക്കുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെയൊന്നിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഹോമിയോപ്പതി മരുന്നുകൾക്ക് ഒരു കൃത്യമായ നിലവാരം ഉറപ്പാക്കുന്ന ആ പ്രധാനപ്പെട്ട പുസ്തകം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്കീയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എപ്പോഴാണ് ഒരു മരുന്ന് വെറുമൊരു കൂട്ട് എന്നതിനപ്പുറം നിയമപരമായി അംഗീകാരമുള്ള ഒരു ഔദ്യോഗിക ഔഷധമായിട്ട് മാറുന്നത്? ഇതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്. അതെ, ആ വാക്കാണ് ഫാർമക്കോപ്പിയ. ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ. ഇതിനെ നമുക്ക് മരുന്നുണ്ടാക്കാനുള്ള ഒരു മാസ്റ്റർ കുക്ക് ബുക്കായിട്ട് തന്നെ കാണാം. ഓരോ മരുന്നിൻ്റെയും ചേരുവകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു മരുന്നിന് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റാമ്പ് കൊടുക്കുന്നത് ഈ പുസ്തകമാണ്. അപ്പോൾ പിന്നെ ഹോമിയോപ്പതിക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഔദ്യോഗിക നിയമപുസ്തകം ഇന്ത്യയിൽ വേണ്ടിവന്നത്? അതിന് നമ്മൾ കുറച്ച് പിന്നോട്ട് ചരിത്രത്തിലേക്കൊന്ന് പോകേണ്ടി വരും. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ ഹോമിയോപ്പതിക്ക് വലിയ പ്രചാരം കിട്ടി. പക്ഷേ അതോടൊപ്പം ഒരു വലിയ പ്രശ്നവും വന്നു. ഒന്നാലോചിച്ച് നോക്കൂ, രാജ്യത്തിന്റെ പല ഭാഗത്തും ഒരേ മരുന്നുണ്ടാക്കുന്നു, പക്ഷേ ഓരോന്നിനും ഓരോ ക്വാളിറ്റി. അപ്പോൾ പിന്നെ രോഗികളുടെ സുരക്ഷയുടെ കാര്യം എന്താവും? ചികിത്സ ഫലിക്കുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി മാറി. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്ന അവസ്ഥയായി. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്നു. രാജ്യത്തെ ഹോമിയോപ്പതിയെ ഒരു ഏകീകൃത നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചരിത്രപരമായൊരു നീക്കമായിരുന്നു അത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു 1962 രൂപീകരിച്ച ഹോമിയോപ്പത്തിക് ഫാർമക്കോപ്പിയ കമ്മിറ്റി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലായിരുന്നു ഇത്. രാജ്യത്തെ ഹോമിയോപ്പത്തി മരുന്നുകൾക്ക് ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക, അതായിരുന്നു ഈ വിദഗ്ധ സമിതിയുടെ പ്രധാന ദൗത്യം. ഈ കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയറായിരുന്നു. ഒന്നാമതായി, ഒരു ഫാർമക്കോപ്പിയ ഉണ്ടാക്കണം. പിന്നെ മരുന്ന് നിർമ്മാണത്തിന് കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഗുണമേന്മ ഉറപ്പാക്കാൻ ടെസ്റ്റുകൾ ഏർപ്പെടുത്തണം. പിന്നെ ഇതിനു വേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റത്തിലാക്കണം. ചുരുക്കത്തിൽ, ചിതറിക്കിടന്ന ഹോമിയോപ്പതിയെ ഒരു ശക്തമായ ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരിക, അതായിരുന്നു ലക്ഷ്യം. ലക്ഷ്യങ്ങളൊക്കെ വ്യക്തമായതോടെ കമ്മിറ്റി അവരുടെ ഏറ്റവും വലിയ ദൗത്യത്തിലേക്ക് കടന്നു. ഇന്ത്യയുടെ സ്വന്തം ഹോമിയോപ്പത്തിക് ഫാർമക്കോപ്പിയുടെ ആദ്യത്തെ എഡിഷൻ തയ്യാറാക്കുക. അതത്ര എളുപ്പമുള്ളൊരു പണിയായിരുന്നില്ല. നോക്കൂ, ഈയൊരു ടൈം ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കഠിനാധ്വാനത്തിൻ്റെ ഒരു ചിത്രം കിട്ടും. 1962 കമ്മിറ്റി തുടങ്ങി. പിന്നെ മരുന്നുകളുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു. അതിൻ്റെ ഡ്രാഫ്റ്റ് ഗവൺമെന്റിന് കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു 9 കൊല്ലത്തെ കഠിനമായ പ്രയത്നത്തിനും ചർച്ചകൾക്കുമൊക്കെ ശേഷമാണ് 1971 ആ ചരിത്രപരമായ ആദ്യ വോളിയം പുറത്തിറങ്ങുന്നത്. ഇതായിരുന്നു ആ പുസ്തകം, ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യ, നമ്മൾ HPI എന്ന് ചുരുക്കി പറയും. അതിന്റെ 1ാം വോളിയം. സാധാരണയായി ഉപയോഗിക്കുന്ന 150 മരുന്നുകളുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടായിരുന്നു. ഈ ഒരു പുസ്തകം ഇന്ത്യൻ ഹോമിയോപ്പതിയിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കമിട്ടു. ശരി, അപ്പം നമുക്ക് ഈ റൂൾ ബുക്കിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാലോ? എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? 1971 വെറും 180 മരുന്നുകളുമായി തുടങ്ങിയ ആ യാത്ര ഇന്നെവിടെ എത്തിനിൽക്കുന്നുവെന്നറിയാമോ? ഈ വലിയ സംഖ്യ നോക്കൂ, 1010. പല പതിറ്റാണ്ടുകളിലായി ഇറങ്ങിയ 9 വാല്യങ്ങളിലൂടെ 1000-ലധികം മരുന്നുകളുടെ ഒഫീഷ്യൽ വിവരങ്ങൾ ഇന്ന് HPIയിലുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? ഈ ചാർട്ട് നോക്കൂ, ഇത് ശരിക്കും രസകരമാണ്. ഹോമിയോപ്പതി മരുന്നുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് കണ്ടോ? പകുതിയിൽ കൂടുതൽ, അതായത് ഏകദേശം 56% ചെടികളിൽ നിന്നാണ്. ഒരു 30% കെമിക്കൽസിൽ നിന്നും. ബാക്കിയുള്ളവ മൃഗങ്ങളിൽ നിന്നും, ധാതുക്കളിൽ നിന്നും, നോസോഡുകളിൽ നിന്നുമൊക്കെ വരുന്നു. ഇത് ഹോമിയോപ്പതിക്ക് പ്രകൃതിയുമായുള്ള ആ അടുത്ത ബന്ധം ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ മോണോഗ്രാഫ് എന്ന് കുറേ തവണ പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ HPIയിലെ ഓരോ മരുന്നിനും വേണ്ടിയുള്ള ഒരു പ്രത്യേക പേജാണ്. അത് ആ മരുന്നിൻ്റെ ഒരു ബയോഡേറ്റ പോലെയാണ്. എവിടെ നിന്നാണത് വരുന്നത്, അതിനെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നൊക്കെ ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഹോമിയോപ്പതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഈ ട്രൈച്ചുറേഷൻ. വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ മരുന്നാക്കി മാറ്റാനാണ് ഇതുപയോഗിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, മരുന്നിനെ ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയുന്ന പാൽ പഞ്ചസാരയുമായി ചേർത്ത് മണിക്കൂറുകളോളം അരയ്ക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഓരോ ഘട്ടത്തിലും ഇത് ആവർത്തിക്കുമ്പോൾ മരുന്നിന്റെ ശക്തി കൂടുന്നു എന്നാണ് ഇതിലെ ആശയം. മരുന്നിന്റെ ശക്തിയാണ് നമ്മൾ പൊട്ടൻസി എന്ന് പറയുന്നത്. ഹോമിയോപ്പതിയിൽ ഒരു മരുന്ന് എത്രത്തോളം നേർപ്പിച്ചു, അതായത് ഡൈലൂട്ട് ചെയ്തു എന്നാണിത് കാണിക്കുന്നത്. പ്രധാനമായിട്ടും 2 സ്കെയിലുകളാണുള്ളത്. 10ന്റെ കണക്കിൽ നേർപ്പിക്കുന്ന ഡെസിമൽ അഥവാ X സ്കെയിലും 100ന്റെ കണക്കിൽ നേർപ്പിക്കുന്ന സെന്റിസിമൽ അഥവാ C സ്കെയിലും. ഓരോ തവണ നേർപ്പിക്കുമ്പോഴും മരുന്ന് കൂടുതൽ ശക്തി നേടുന്നു എന്നാണ് ഹോമിയോപ്പതിയിലെ വിശ്വാസം. അങ്ങനെ പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിലൂടെ HPI വെറും ഒരു പുസ്തകമല്ലാതായി മാറി. അത് ഇന്ത്യയിലെ ഹോമിയോപ്പതിയുടെ ക്വാളിറ്റിയുടെയും വിശ്വാസ്യതയുടെയും ഒരു പാരമ്പര്യം തന്നെയായി.
ഈ വലിയൊരു സംരംഭത്തിന് പിന്നിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഈയൊരു വാചകത്തിൽ വ്യക്തമാണ്. ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ലബോറട്ടറി HPL, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി CCRH, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഒരാളുടെയോ ഒരു കമ്മിറ്റിയുടെയോ മാത്രം നേട്ടമല്ല, മറിച്ച് ഒരു വലിയ ശാസ്ത്ര സമൂഹത്തിന്റെ വിജയമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ യഥാർത്ഥ ഫലമെന്തായിരുന്നു? HPI ഇന്ത്യയിലെ ഹോമിയോപ്പതിക്ക് നിയമപരമായൊരു അടിത്തറ കൊടുത്തു. രാജ്യത്ത് എവിടെ മരുന്നുണ്ടാക്കിയാലും ഒരേ സ്റ്റാൻഡേർഡ് ഉറപ്പാക്കി ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കൃത്യമായ വഴികളായി. ഏറ്റവും പ്രധാനമായിട്ട് ഡോക്ടർമാർക്കും ഫാർമസിസ്റ്റുകൾക്കും സ്റ്റുഡൻസിനുമെല്ലാം ഒരുപോലെ വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു ആധികാരിക ഗ്രന്ഥം വന്നു. ഇത് ഈ ചികിത്സാരീതിയുടെ മുഖം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. നമ്മൾ ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിടുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു ഒഫീഷ്യൽ റൂൾ ബുക്ക് വരുമ്പോൾ അതൊരു ചികിത്സാ ശാഖയെ ജനങ്ങളുടെയും സർക്കാരിന്റെയും മുന്നിൽ കൂടുതൽ വിശ്വസനീയവും ശാസ്ത്രീയവുമാക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇന്ത്യൻ ഹോമിയോപ്പതിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത തവണ കാണാം.